ചാലക്കുടിയുടെ പള്ളിയിലാണ്. ഞാൻ മാത്രമല്ല, ജോബി ചേട്ടനുണ്ട്, ഇവരുണ്ട്, സിന്ധേറ്റും ചേട്ടനും അമ്മച്ചും എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുൽക്കൂട് സൂപ്പറാന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് കാണാൻ പോവാം. അപ്പോൾ ചാലക്കുടി പള്ളിയിലെ ഹോളി ലാൻഡിലാണ് നമ്മൾ പുൽക്കൂട് സെറ്റാക്കി വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ സൈഡിൽ മാതാവിൻ്റെ ഗ്രോട്ട് ഉണ്ടായിരുന്നു, അവിടെ കുറച്ച് പേരേക്കും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ പുൽക്കൂട് കാണാൻ വേണ്ടി പോകുമ്പോൾ തന്നെ നല്ലോണം ലൈറ്റ് അറേഞ്ച്മെൻറ്റും അതൊക്കെ കണ്ടു പോകാൻ തന്നെ നല്ല രസമായിരുന്നേ. അപ്പോൾ കയറുമ്പോൾ തന്നെയുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്, LED ലൈറ്റ് കൊണ്ടും ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ എഴുതി സൂപ്പർ തന്നെയായിരുന്നു. പിന്നെ അടുത്ത വ്യൂ ആണ് ഇതിലും സൂപ്പർ. അതായത് ശരിക്കും കണ്ടില്ലേ, പൂക്കളും കൊണ്ട് എല്ലാം കൊണ്ട് അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മൂവിയിലൊക്കെ കാണുന്ന പോലെ തന്നെയായിരുന്നു കേട്ടോ. അതായത് നമ്മൾ സ്വപ്ന ലോകത്തിലേക്കൊക്കെ പോകുന്നു അറിയില്ലേ, അതുപോലത്തെ ഒരു വ്യൂ ആയിരുന്നു അവിടെ. ബബിനോ വില്ല എന്നൊക്കെ പറഞ്ഞ് സൂപ്പർ പേരൊക്കെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബബിനോ വില്ലയ്ക്ക് നമുക്ക് അടുത്ത വ്യൂ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അവിടെ അതുപോലെ തന്നെ മാതാവിനെയും പിന്നെ ഒരു മാലാഹയും നല്ല വലിയ മാലാഹയ്ക്കായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ നേരത്തെ കണ്ട പോലെ പൂക്കളും എല്ലാം കൊണ്ട് സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പോകും വഴി 2 ചിറകൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോണത് ഒരു ഗുഹയിലേക്കാണ്. അപ്പോൾ ഗുഹയിലെ വ്യൂ നമുക്ക് എന്താണെന്ന് ചെന്ന് നോക്കാം. ഞാൻ ഇതെന്താണോ എന്ന് ചെന്ന് നോക്കിയപ്പോൾ ചുമന്ന ലൈറ്റ്, പിന്നെ നോക്കിയപ്പോൾ ദൈവമേ പെട്ടെന്ന് പേടിച്ചു പോയിട്ടാ. അതായത് ഒരു സാത്താൻ്റെ ഒരു ഇതുപോലെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്കായാലും ചെറുതായിട്ടൊന്ന് പേടിപ്പെടുത്തുന്ന രീതിയിൽ, അതായത് അങ്ങനെയായിരുന്നു. അതായത് കുട്ടി കുട്ടി പിശാചികൾ എന്നൊക്കെ പറയില്ലേ, കുട്ടി പിശാചികൾ എന്ന് പറയില്ല, അതുപോലെ മുകളിൽ അങ്ങനെ ഒരു തരത്തിലുള്ള അറേഞ്ച്മെൻറ്റും ലൈറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിക്കൂടെ ഞങ്ങൾ വേഗം പോയിട്ടാ. ഇത് ചെറുതായിട്ട് പേടി വന്നത് കാരണം കൊണ്ടാട്ടാ. പിന്നെ ചെറിയൊരു ഡിനോസറും പിന്നെ കൈ വേറെ കാല് വേറെ എന്നൊരു രീതിയിലൊരു അതായത് ഒരു സാത്താൻ്റെ ഒരു പോലെ എനിക്ക് ഫീൽ ചെയ്തേട്ടാ. പിന്നെ കണ്ട വ്യൂ ആണ് ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ട വ്യൂ ഇതിൽ ഞാൻ വീഡിയോയിൽ വന്നിട്ടില്ല. അടിപൊളി വ്യൂ ആയിരുന്നു. അതായത് ഇത് കണ്ടില്ലേ, നമ്മുടെ 8 കാലി വലിയ രീതിക്ക് തന്നെ ചെയ്ത് വെച്ച് KCOMകാരുടെ സെക്ഷനാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ശരിക്കും അത് കണ്ടാലാണ് ശരിക്കും അതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അൾത്താർ സംഘക്കാരുടെ ആയിരുന്നു കേട്ടോ. അവിടെ നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലോണം വീഡിയോ പിടിക്കാൻ പറ്റി. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നമ്മുടെ പുരാതന വസ്തുക്കൾ, പുരാതന പാത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. ഒരു കോട്ട പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തേ. പിന്നെ അതുപോലെ തന്നെ അറബീനൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ ഇലയും അങ്ങനെയൊക്കെയും കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അറബിക്ക് വില്ല പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് വണ്ടറാക്കിയൊരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ശരിക്കും ഇത് കണ്ടില്ലേ, ഷാഡോ, അതായത് നമ്മുടെ അടിയിൽ നമ്മുടെ കാർബോർഡ് വെച്ചിട്ട് അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വ്യൂ ആണ്ടത്. എന്തൊക്കെയാണ് ഈ ഐഡിയ അടിപൊളിയായിട്ടുണ്ട്, സമ്മതിച്ചു കൊടുക്കണം. പിന്നെ കാണുമ്പോൾ കണ്ടില്ലേ, സൈഡിൽ നിറച്ച് ലൈറ്റും പിന്നെ സൈഡിൽ കൊട്ടാരവും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു പിന്നത്തെ വ്യൂ. ഇതുകൊണ്ട് കേന്ദ്ര സമിതിക്കാരുടെ സെക്ഷനായിരുന്നു കേട്ടോ. പിന്നെ കണ്ടതാണ് നമ്മുടെ യേശുവിന് പപ്പായ ഡ്രസ്സൊക്കെ അണിയിച്ചേക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ ഇത് കണ്ടില്ലേ, അതായത് സ്റ്റാറിൻ്റെ ലൈറ്റും അതിൻ്റെ ഉള്ളിലും ഫുൾ ലൈറ്റ് തന്നെയായിരുന്നു. അതിൽ കൂടെ പോകാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ സൈഡിൽ നേരത്തെ കണ്ട പോലെ തന്നെ യേശുവിന് പപ്പായയുടെ ഡ്രസ്സും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ചെയ്തേക്കണേ. എല്ലാവർക്കും പപ്പായയുടെ തൊപ്പിയൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്നോമാനെയാണ് ഉദ്ദേശിച്ചേക്കണേ. നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ വലിയൊരു സ്റ്റാർ ഇവിടെ അടിയിലൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്തത് കണ്ടത് മയിലിനെ ആയിട്ടാ. മയിലിനെ കണ്ടില്ല, നല്ല രസമല്ലേ കാണാൻ. ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മയിൽപ്പീലിയൊക്കെ കുത്തി നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അതിൽ സൈഡിൽ ഇതൊക്കെ പഞ്ഞിയൊക്കെ വെച്ച് സ്പ്രേ പെയിൻറ്റ് തോന്നുന്നു, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ സെക്ഷൻ ചെയ്തേക്കുന്നത് നമ്മുടെ CLCക്കാരുടെ ടീമായിരുന്നു കേട്ടോ. പിന്നെ ഇത് കൂടെ പോയി കഴിയുമ്പോൾ നെക്സ്റ്റ് സെക്ഷൻ ഫുൾ സ്റ്റാറൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ, അടിപൊളിയല്ലേ. അടുത്തതാണ് പപ്പാനിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പപ്പാനിനെ മാത്രം മിസ്സിങ് ആണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും നേരിട്ട് പോയാലാണ് ഇതിൻ്റെ കറക്റ്റ് ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അത് കണ്ടില്ല, സൈഡിലായാലും പൂക്കളും കൊണ്ടും മറ്റേ ലൈറ്റും കൊണ്ടും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായി. മാതൃവേദിക്കാരുടെ സെക്ഷനാട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത്. അവിടെയും പൂക്കളും കൊണ്ട് നല്ല രീതിക്ക് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അതായത് നമ്മൾ വേറൊരു സ്ഥലത്തെത്തിയ അനുഭവമായിരുന്നു അവിടെ ചെന്നപ്പോൾ. അപ്പോൾ നമ്മൾ പുൽക്കൂട് കാണാനാണ് നമ്മൾ ഇത്ര ദൂരം സഞ്ചരിച്ചേട്ടാ. അപ്പോൾ നമ്മൾ ഉണ്ണീശോ നമ്മുടെ കാലത്തൊടുത്ത് ജനിച്ചു. അപ്പോൾ അത് ഇത്ര നേരം കണ്ടത് ഇപ്പോഴാണ് നമ്മൾ വന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് എത്തിയത്. ഉണ്ണീശോയുടെ അടുത്തെത്തി അവിടെ കുറച്ച് നേരം നിന്നു കേട്ടോ. പിന്നെയാണ് അടുത്ത കാഴ്ച കാണാൻ പോയത് കേട്ടോ.
അപ്പോൾ ഉണ്ണീശ്വരൻ അടുത്ത് നിന്ന് തിരിഞ്ഞപ്പോൾ ദേ ഇതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്കിത് സത്യത്തിൽ മനസ്സിലായില്ല. ഇത് ഫോട്ടോ എടുക്കാനുള്ള സെക്ഷനാണോ എന്താണെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല. പിന്നെ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പപ്പാനിയുടെ വണ്ടിയായിരുന്നു അത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെയും നടന്ന് അപ്പോഴാണ് ഒറിജിനൽ കുതിരേനെ കണ്ടു. പിന്നെ ഒരു ചിമ്പാൻസിയുടെ ഇതിനെയും കണ്ടു കേട്ടോ. പിന്നെ നടന്നപ്പോഴാണ് നാനോ പുലിക്കോട് കണ്ടത്. അതായത് ചെറിയ പുലിക്കോട്. അത് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. എനിക്കൊന്ന് മത്സരത്തിന് അങ്ങനെ എന്തോ വെച്ചതാണെന്ന് തോന്നുന്നു. എന്തൊക്കെ ആയാലും അടിപൊളി. പിന്നെ കണ്ടത് ആനേനെയും പപ്പാനെയും ഗിത്താറും എല്ലാം കൂടി അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ തന്നെ. വന്ന് കാണാൻ പറ്റുന്നവർ വന്ന് കാണണം കേട്ടോ. അതായത് ഇത് കണ്ടിട്ട് ടൈം വേസ്റ്റായി പോയി നമ്മൾ ഒരിക്കലും പറയില്ല. മാക്സിമം വന്ന് കാണാം, അത്രയും പറയാൻ പറ്റില്ല. അതായത് നമുക്ക് ഫോണിൽ കൂടെ ഒന്നും അധികം ബ്യൂട്ടി ഒന്നും കാണിക്കാൻ പറ്റില്ല. എനിക്ക് ഞാൻ വീഡിയോ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ കൂടെ കാണുന്നതും ഞാൻ നേരിട്ടും കണ്ടതിനും വെച്ച് നോക്കുമ്പോൾ നേരിട്ട് വന്ന് കാണാൻ തന്നെ പറയാം. അപ്പോൾ പറ്റുന്നവർ പോയി കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ കണ്ട വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ.